നമ്മളിത് നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചാൽ ചെയ്യാനല്ല. ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇതാണ്. എയ്ഡ്സിന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നേ. നിങ്ങൾ ആരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്, നിരോധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? പറ്റുമോ അങ്ങനെ? കാരണം ലൈംഗിക ബന്ധത്തിനകത്തൂടെയാണ് എയ്ഡ്സ് വന്നിരുന്നത്. ഞങ്ങൾ പഠിപ്പിച്ചതാണത്. കോണ്ടം ഉപയോഗിക്കാനാണ് പഠിപ്പിച്ചത്. അപ്പം ഇഷ്ടം പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടട്ടെ എന്ന് പറയുന്നതാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊക്കെ എതിരെ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോണ്ടം വിതരണം ചെയ്യുന്നവരത്തിനായിരുന്നു ഞാൻ. അപ്പം രാവിലെ എണ്ണിട്ട് എല്ലാവരും കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണോ ഈ കോണ്ടം കൊടുക്കുന്നത്? ഗവൺമെൻറ് ഇവിടെ എല്ലായിടും കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാ കടയിലും മേടിക്കാൻ കിട്ടുന്നില്ലേ? അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുക വേണ്ടത്. നിയന്ത്രിതമായി എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് ലോകത്തിന് വേണ്ടത്, അല്ല നിരോധനത്തിൻ്റെ യുക്തികളല്ല. നിങ്ങൾ ആരുടെ അച്ഛന്മാരാകരുത്. പഴയ അച്ഛന്മാരില്ലേ നിങ്ങളെല്ലാവരും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നത്? പള്ളിയിൽ അച്ഛന്മാരാകരുത്, മറ്റുള്ളവരെ ഭരിക്കുന്നവരാകരുത്. ലോകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പാമ്പ് കടിച്ചാൽ ചാകുമെന്ന് പഠിപ്പിക്കുന്ന പോലെ, കറൻ്റെ തൊട്ടാൽ അടിച്ച് ചാകുമെന്ന് പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞേണ്ടത് അറിയേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ഇതെല്ലാം ചെയ്യേണ്ട കാര്യമല്ല. എങ്ങനെയാണ് മല കയറേണ്ടതെന്ന് പഠിപ്പിച്ചെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ പേരും രാവിലെ എണീറ്റ് മല കയറണ്ട. പക്ഷേ നിങ്ങൾ എവറസ്റ്റിൻ്റെ മണ്ടേ കയറാൻ പോവുകയാണെങ്കിൽ ഇന്ന വസ്ത്രങ്ങൾ സഹിക്കണം, ഇന്ന ഗ്ലൗസ് വേണം, നിങ്ങൾ എന്തെല്ലാം പ്രിക്കോഷൻ എടുക്കണം എന്ന് പഠിപ്പിക്കണം. ഇത്രയായി പറയുന്നേ. അല്ലാതെ രാവിലെ എണീറ്റ് മുഴുവൻ പേര് എവറസ്റ്റ് കയറണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് പേര് കയറും. നമ്മൾ രണ്ടുപേരും എവറസ്റ്റ് കയറാൻ പോകത്തില്ലല്ലോ. ഞാൻ ഇനിയും പോകത്തില്ല, നിങ്ങൾ പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇത് പഠിക്കണം. നമ്മളത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ അങ്ങനെ ഒരു അപകടമുള്ള സ്ഥലമാണ്, നമുക്ക് സൂക്ഷിച്ച് കയറേണ്ടതാണ്. പക്ഷെ പോകുന്നവർ മാത്രമാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലാത്തവർ വേണ്ട.